ജന്മനക്ഷത്രങ്ങൾ 27 എണ്ണമാണ്. ഇനി പറയാൻ പോകുന്നത് സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിന്റെ സ്വഭാവ വിശേഷങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയമനുസരിച്ച് നക്ഷത്രഫലങ്ങളിലും സ്വഭാവത്തിലും മാറ്റമുണ്ടാകും. അതുപോലെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലെ പ്രധാന പങ്ക് അവന്റെ കുടുംബവും ചുറ്റുപാടുമാണ്. 3-ാം സ്ഥാനം മാത്രമേ ജന്മനക്ഷത്രങ്ങൾക്ക് പങ്കുള്ളൂ. മകം നക്ഷത്രം സ്ത്രീകൾക്ക് ഏറ്റവും ഉചിതമായ നക്ഷത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മകം പിറന്ന മങ്ക എന്നത് സുഖമേറെ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് ഇവർ എന്നത് അർത്ഥമാക്കുന്നു. സമ്പത്ത് ഭാഗ്യമുള്ള ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതക്കാരുമാണ്. ദൈവവിശ്വാസികളും ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ്. പൊതുജീവിത സുഖം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ക്ഷിപ്രകോപികളാണ് ഇവർ. ഏറ്റെടുക്കുന്ന ജോലികൾ എന്ത് ത്യാഗവും സഹിച്ചും ചെയ്തു തീർക്കും. പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഭാഗ്യവതികളാണ്. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ധനലാഭവും അഭിമാനവും ഉണ്ടാകും. നല്ല പെരുമാറ്റത്തിലൂടെയും വാക്കുകളിലൂടെയും മറ്റുള്ളവരെ ആകർഷിക്കുന്നവരാണ് ഇവർ. ഉറച്ച തീരുമാനമുള്ള ഇവർക്ക് സമ്പത്തു ഭാഗ്യമുണ്ടായിരിക്കും. ഈ നക്ഷത്രത്തിന് പൂർവ ഫാൽഗുണമെന്നും പേരുണ്ട്. സ്വന്തം കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് ഇവർ. ആജ്ഞാശക്തി, നേതൃത്വ ഗുണം, കലാവാസന എന്നിവയിൽ കഴിവുള്ളവരാണ് ഇവർ. ഏറ്റെടുക്കുന്ന ജോലി ഏത് വിഷമഘട്ടത്തെയും അതിജീവിച്ച് പൂർത്തിയാക്കുകയും ചെയ്യും. ഉത്രം നക്ഷത്രം സ്ത്രീകൾക്ക് ഉത്രം നക്ഷത്രം വളരെ ഗുണഫലങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ചും ഉത്രം നക്ഷത്രക്കാരി വിവാഹശേഷം വന്നു കയറുന്ന ഭവനം അഭിവൃദ്ധിപ്പെടും. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്നതാണ് ഉത്രം നക്ഷത്ര ജാതകയായ സ്ത്രീകളുടെ ഗുണം. ഉത്രം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അധികാര സ്വഭാവം കൂടുതലുണ്ടാകും. ഇവർക്ക് ധൈര്യവും തന്നിഷ്ടവും കൂടുതലാണ്. പിടിവാശിക്കാരായ ഇവർ ഉറച്ച മനസ്സിന്റെ ഉടമകളായിരിക്കും. വാക്ചാതുരി കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ കഴിവുള്ള കൂട്ടരുമാണ് ഇവർ. പുരുഷ സ്വഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. വലിയ അഭിമാനികളാണ്. കഠിന പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടമായി മുന്നേറും. നീതി വിട്ടൊരു കാര്യം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നേതൃത്വ പാഠവും ഉദ്ദേശകാര്യം നടത്തിക്കുകയും ചെയ്യും. ആത്മീയത മുഖമുദ്രയായിരിക്കും ഇവർക്ക്. അത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എല്ലാ കാര്യത്തിലും സമർത്ഥരായിരിക്കും. പെണ്ണത്തം, പൊന്നത്ത് എന്നാണ് പൊതുവെ പറയുക. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ വട്ടമുഖക്കാരും സൗന്ദര്യമുള്ളവരും വിദ്യാസമ്പന്നരുമായിരിക്കും. ഇവർ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും പരിശ്രമത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നവരുമായിരിക്കും. ഇവർക്ക് വിവാഹശേഷമാണ് ഉയർച്ച ഉണ്ടാകുക. എന്ത് കാര്യത്തിനും സ്വന്തം അഭിപ്രായം പറയുന്നവരായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ ഉള്ളു തുറന്ന് അംഗീകരിക്കുന്നതിൽ വിമുഖത ഉള്ളവരായിരിക്കും ഇവർ. പുറമേ പൊട്ടിത്തെറിക്കുകയും എടുത്തുചാടുകയും ചെയ്യുമെങ്കിലും ഉള്ളിൽ വളരെ ശാന്തമായിരിക്കും. കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വിചിത്ര സ്വഭാവത്തോടെ നേരിടുന്നവരാണിവർ. മറ്റുള്ളവരുടെ വിമർശനം ഇവർ ഇഷ്ടപ്പെടാറില്ല. ചിത്തിര നക്ഷത്രം ചിത്തിരക്കാരായ സ്ത്രീകൾ പൊതുവെ ആരെയും വിശ്വസിക്കുന്നവരാണ്. ഇത് പലപ്പോഴും ദുഃഖത്തിന് കാരണമാകും. സൗന്ദര്യം, ബുദ്ധിസാമർഥ്യവും ഉള്ളവരാണ് ഇവർ. എന്നാൽ ഇവരുടെ വിവാഹത്തിന് പല പ്രശ്നങ്ങളും തടസ്സങ്ങളുമുണ്ട്. വിവാഹം ഒന്നെങ്കിൽ വളരെ നേരത്തെ നടക്കാം, അല്ലെങ്കിൽ 26 വയസ്സിന് ശേഷം നടക്കാം. 26 വയസ്സിന് ശേഷമുള്ള വിവാഹമായിരിക്കും ഉത്തമം. ചിത്തിര നക്ഷത്രക്കാർക്ക് വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും പ്രിയം കൂടുതലാണ്. ഈ നക്ഷത്രത്തിന് ചിത്ര എന്നാണ് യഥാർത്ഥ നാമം. ഹിന്ദിയിൽ ചിട്ട എന്നും പറയും. 27 നക്ഷത്രങ്ങളിൽ മധ്യത്തിൽ വരുന്ന താരമാണ് ചിത്തിര നക്ഷത്രം. ഇരുവശത്തുമായി 13 വീതം നക്ഷത്രങ്ങൾ കോർത്ത് ഒരു മാലയും ഉണ്ടാക്കിയാൽ അതിലെ ലോക്കറ്റ് പോലെ ശോഭിക്കുന്നതാണ് ചിത്തിര നക്ഷത്രം. ഏതറ്റം വരെ പോയാലും കാര്യങ്ങൾ സാധിക്കുവാൻ കഴിവുള്ളവരാണിവർ. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് ഇവർ. ചിത്രഗുപ്തന്റെ നക്ഷത്രമാണ് ചിത്തിര. അദ്ദേഹത്തിൽ നിന്ന് ഒരു കാര്യവും മറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. തെറ്റിന് ശിക്ഷ എന്ന നടപടിക്രമമുള്ളവരാണ് ഇവർ. ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ മറ്റുള്ളവരോട് അനുകമ്പയും സ്നേഹവും ഉള്ളവരായിരിക്കും. ഇവർക്ക് കലാപരമായി കഴിവുണ്ടായിരിക്കും. ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും അതുപോലെ തണുക്കുന്നവരുമായിരിക്കും. ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. തുലാം രാശിയുടെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവരാണ് ചോതി നക്ഷത്രക്കാർ. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇവർ അനീതി എവിടെ കണ്ടാലും എതിർക്കും. ഏത് ഉത്തരവാദിത്വവും സന്തോഷത്തോടെ ഏറ്റെടുക്കും. സ്വപ്രയത്നത്താൽ ഉയർച്ചയുണ്ടാകും. ജീവിതത്തിൽ സുഖദുഃഖങ്ങളും ഐശ്വര്യവും അനുഭവിക്കുന്നവരാണ് ഇവർ. ഇവർ അന്യരെ ആശ്രയിക്കുകയില്ല. വിശാഖം നക്ഷത്രം വിശാഖക്കാരായ സ്ത്രീകൾ മുൻശുണ്ഠിക്കാരാണെങ്കിലും അടക്കവും ഒതുക്കവും സൗന്ദര്യവും ഉള്ളവരാണ്.
നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. നല്ല പെരുമാറ്റവും സ്വഭാവവും ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചടക്കാൻ ഇവർക്ക് കഴിയും. ഇവർ കുടുംബത്തിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. എന്ത് കാര്യവും പല പ്രാവശ്യം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും ഈ നക്ഷത്രക്കാർ എളിമ നിലനിർത്തും. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ഗുരുഭക്തിയും ഭർതൃഭക്തിയും ധാരാളമുള്ളവരായിരിക്കും. സുഹൃത് ബന്ധത്തോടുകൂടിയ ഇവർ പിണങ്ങിയാൽ പിന്നെ ഇണങ്ങാനാകാത്തതും സ്വാർത്ഥരുമാണ്. തങ്ങൾക്ക് അധികാരം വേണം എന്ന് കരുതുന്നവരും സുഖസൗകര്യങ്ങളിൽ താല്പര്യമുള്ളവളുമായിരിക്കും ഇവർ. കുടയുടെ ആകൃതിയിൽ 3 നക്ഷത്രം ചേർന്നതാണ് അനിഴം. അതികഠിന പ്രയത്നക്കാരും അതിബുദ്ധിശാലികളുമാണ് ഇവർ. ഇടയ്ക്കിടെ മാനസിക ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കും. സൗമ്യമായി സംസാരിക്കും. ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കും. സ്വദേശം വെടിഞ്ഞ് താമസിക്കും. ദാമ്പത്യ ജീവിതം ക്ലേശം നിറഞ്ഞതായിരിക്കും. തൃക്കേട്ട നക്ഷത്രം. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ കഴിവുള്ളവരും അസൂയാലുക്കളുമായിരിക്കും. ബന്ധുക്കളും അയൽവാസികളും ഇവർക്ക് ശത്രുക്കളായിത്തീരും. മറ്റുള്ളവരിൽ അധികാരം കാണിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. അല്പം സൂത്രക്കാരികളാണ് ഈ നക്ഷത്രക്കാർ. തൃക്കേട്ട എന്നും ജ്യേഷ്ഠ എന്നും ഈ നക്ഷത്രത്തിന് പേരുണ്ട്. ഗുണത്തേക്കാൾ ഏറെ ദോഷങ്ങളുള്ള നക്ഷത്രമാണിത്. ഈ നക്ഷത്രത്തിൽ സിസേറിയൻ ഒഴിവാക്കുക.